ഉയർന്നെത്തിയാലും ഒരിക്കലും തന്നെ അവർ അമ്പിയാക്കന്മാരുടെ തുടക്കത്തിലേക്ക് പോലും എത്താൻ സാധ്യമല്ല. സ്വഹാബികൾ കഴിച്ചാൽ ഏറ്റവും ഉയർന്ന ഔലിയാക്കൾ പല രൂപത്തിലായി പണ്ഡിതന്മാർ വിഭജിച്ചിട്ടുണ്ട്. ഈ ലോകത്തെ കറാമത്തിലൂടെ ദീനിന്റെ രംഗത്ത് സേവനം ചെയ്ത് ഏറ്റവും ഉയർന്ന വലിയ സയ്യിദി അഫീഫുദ്ദീൻ അബ്ദുല്ലാഹി ലാഫി തങ്ങൾ അവിടുത്തെ ഖുലാസത്തുൽ മഫാഖിർ ഫീ മനാഖിബ് ശൈഖ് അബ്ദുൽ ഖാദിർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അബ്ദുൽ ഖാദിർ ജീലാനി സ്വഹാബത്ത് കഴിഞ്ഞാൽ കറാമത്തിലൂടെ ദീനീ സേവനം നടത്തിയ ഏറ്റവും വലിയ മഹാനായ ജീലാനി തങ്ങളാണ്. كل الطوائف بالإجماع متفقة على كمالك في علياك متفقة حتى الخوارج أهل الزيغ بل زندقا عند المدار لكل محي الدين. ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളോളം കറാമത്ത് കണ്ട ബഖരിയില്ല എന്ന് മഹാനായ ഇമാമുൽ നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുസ്താനുൽ ആരിഫീനിൽ പറയുന്നു. മഹാനായ ഇസ്ദീൻ ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ പറയുന്നു, മാ വസലത്ത് ഇലൈനാ മിൻ കറാമാത്തിൽ ഔലിയായി കമാ നുഖില മിൻ കറാമാത്തി ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. ജീലാനി തങ്ങളെപ്പോലെ കറാമത്തുള്ള മഹാൻ വ്യക്തമായ രേഖയിൽ രേഖപ്പെട്ടതായ വ്യക്തികൾ ഈ ഉമ്മത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഉസ്താദ് പറഞ്ഞ പോലെ പല രൂപത്തിലുണ്ടാകും അവർ. ചിലർ കറാമത്തുള്ളവർ, ചിലർ കറാമത്തിലില്ലാത്തവർ. ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളുടെ ജീവിതം മുഴുവനും കറാമത്താണ്. അവരുടെ ചരിത്രത്തിൽ എത്ര ഗ്രന്ഥങ്ങളാണ് രചിക്കപ്പെട്ടത്. നമ്മുടെ മലബാറിൽ ഉലമാവുകൾ എത്രയാണ് രചിച്ചത്. മഹാനായ ഖാദി മുഹമ്മദ് തങ്ങൾ 2 വലിയ അറബി ഗ്രന്ഥങ്ങൾ ജീലാനി തങ്ങളെ സംബന്ധിച്ച് രചിച്ചിട്ടുണ്ട്. നല്ലൊരു അറബി കവിതയും രചിച്ചിട്ടുണ്ട്. ആ അറബി കവിതയുടെ പരിഭാഷയാണ് മുഹീദ്ദീമാല. അവർ ചൊന്നാവേക്കിന്നും ബഹുജാതീതാവിന്നും അങ്ങീനെ തക്കിനീല തന്നിന്നും കണ്ടവർ. ഖാദി മുഹമ്മദ് തങ്ങൾ ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ ചൊല്ലിയ ബൈത്തിൽ നിന്ന്, അവർ ചൊന്ന ബൈത്തിൽ നിന്ന്, ബഹുജാ കിതാബിൽ നിന്ന് മഹാനായ അലി ശത്നൂഫി വലിയ പണ്ഡിതനാണ്. ജാമിഉൽ അസ്ഹറിലെ ശൈഖുൽ ഖുർറാ ആയിരുന്നു. തകാഫറത അലൈഹി തലബ. ഇമാം ഹാഫിദ് സയ്യൂതി അവിടുത്തെ ഹുസ്നുൽ മുഹാദറയിൽ പറഞ്ഞതായി കാണാം. ശത്നൂഫിയെ സംബന്ധിച്ച് വിദാഅത്ത് പ്രസ്ഥാനക്കാർ സിന്ദീഖാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രസംഗത്തിൽ നിന്ന് ഐദീദി തങ്ങളെ പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പകരയിൽ അയാളൊരു മുനാഫിഖാണ്. സുബ്ഹാനല്ലാഹ്, വലിയ പണ്ഡിതനാണ് അലി ശത്നൂഫി. അവരെഴുതിയ ബഹുജ എന്ന കിതാബിൽ നിന്ന്, അതുപോലെ തന്നെ ജീലാനി തങ്ങൾ ചൊല്ലിയ കവിതകൾ, എത്ര കവിതകളാണ് ജീലാനി തങ്ങൾ ചൊല്ലിയത്. അറബിയല്ല ജീലാനി തങ്ങൾ, അറബി പഠിച്ചതാണ്. ഇൽമു പഠിച്ചെടുത്ത് വലിയ പണ്ഡിതനായി താൻ കിതാബ് ഓതുന്ന ടൈമിൽ കിതാബിന്റെ പേജുകളുമായി വിജന സ്ഥലത്തേക്ക് പോയി കാണാതെ പഠിക്കലായിരുന്നു. ഇബ്നു റജബിൽ ഹംബലി, അല്ലാമ ദഹബിയൊക്കെ എത്രയാണ് ജീലാനി തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഹാഫിൽ എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്, ഹുജ്ജത്ത് എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. ഖുർആൻ ഹാഫിളായ വ്യക്തി എന്നല്ല അതിന്റെ അർത്ഥം. പണ്ഡിതന്മാർ ഹാഫിൾ എന്ന് പറഞ്ഞാൽ വലിയ ഹദീസിന്റെ രംഗത്ത് 1 ലക്ഷത്തോളം ഹദീസ് അറിയുന്നവർക്കാണ് പറയുക. ജീലാനി തങ്ങൾ വലിയ ആലിമായിരുന്നു. പഠിച്ചു പണ്ഡിതനായതാണ്, ഓതി പണ്ഡിതനായതാണ്. മഹാനായ ജീലാനി തങ്ങൾ കവിതകൾ എത്രയോ ചൊല്ലിയിട്ടുണ്ട്. 600-ഓളം വരികളുള്ള അബ്ദുൽ ഗനി നാബൽസിയൊക്കെ വിശദീകരണം എഴുതിയ തന്റെ അൽ ഖസീദത്തുൽ ഐനിയ, അല്ലെങ്കിൽ അത് അബ്ദുൽ കരീമുൽ ജീലിയുടേതാണെന്ന് അല്ലാമ സ്വാദിയും അതുപോലെ തന്നെ നാബൽസിയൊക്കെ പറയുന്നുണ്ട്. തർക്കം അവിടെ ഇരിക്കട്ടെ. ഏതായാലും ഇഷ്ടംപോലെ കവിതകൾ മഹാനവറുകൾ എഴുതിയിട്ടുണ്ട്. അൽ മവാഹിബുൽ
ലദുന്നിയ ഫീ ശർഹി ഖസീദത്തിൽ ഐനിയ അൽ മവാഹിബ് എന്ന ഒരു വലിയ വിശദീകരണം ഇമാം നാബൽസി അതിന് എഴുതിയിട്ടുണ്ട്. മറ്റു പലരും വിശദീകരണങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്താണ് ആ കവിതയൊക്കെ? നാം അതൊക്കെ ചൊല്ലണം. മഹാന്മാരുടെ കവിതകളെടുത്ത് ചൊല്ലുന്നതിനും ബർക്കത്തുണ്ട്. ജിലാനിയുടെ കവിതയിലൊക്കെ പ്രത്യേക ബർക്കത്തുണ്ട്. അവിടുത്തെ ഹംദിയ, അതുപോലെ പലതിലും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. മഹാനായ ജീലാനി തങ്ങൾ അവർ ചൊന്ന ബൈത്തിൽ നിന്ന് അവർ എത്രയോ കവിതകൾ ചൊല്ലിയിട്ടുണ്ട്. അതിൽ നിന്നും ബഹുജ എന്ന കിതാബിൽ നിന്നും അലീഷത്തുനൂഫിയുടെ, അങ്ങനെ തെക്കുമില എന്ന കിതാബിൽ നിന്നും മഹാനായ അബ്ദുല്ലാഹി ലാഫി രചിച്ച തെക്കുമില എന്ന ഗ്രന്ഥം വലിയ ഗ്രന്ഥമാണ്. പലരും തെക്കുമില കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫുതൂഹുൽ ഗൈബിന്റെ ലാസ്റ്റ് ഭാഗത്ത് തെക്കുമിലത്തുൻ എന്ന് പറയുന്ന ഒരു 4 പേജുള്ള ഒരു വാക്കുണ്ട്. അത് വ്യക്തമായി അതിന്റെ രചയിതാവിനെ തന്നെ പിടുത്തമില്ല. ആ ബുക്കിൽ നിന്ന്, ആ പേജുകളിൽ നിന്നാണെന്നാണ് പലരും ഇന്ന് എഴുതി വെച്ചിട്ടുള്ളത്. അത് അവരെ കുറ്റപ്പെടുത്തുകയില്ല. ഒരുപക്ഷെ തെക്കുമില എന്ന് കണ്ടപ്പോ ജീലാനി തങ്ങളെ സംബന്ധിച്ച് അല്പം അതിൽ പറയുന്നുണ്ട്. അവിടുത്തെ നെസബയിൽ ചെറിയ, വളരെ ഹ്രസ്വമായി ജീലാനി തങ്ങളെ സംബന്ധിച്ച് 4 പേജോ 400 പേജോ 4000 പേജോ എഴുതിയാൽ തീരുന്ന കേസല്ല. ആ രൂപത്തിൽ അവരുടെ ചരിത്രത്തിൽ എന്റെ ശ്രദ്ധയിൽ അവരുടെ കിതാബിന്റെ പേരുകൾ, അവരെ പറ്റി എഴുതപ്പെട്ട കിതാബിന്റെ പേരുകൾ തന്നെ 40ഓളം പേരുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ പറ്റിയുള്ള കിതാബുകളുടെ പേര് തന്നെ. ബഹുമാനപ്പെട്ട ഇമാം അബ്ദുല്ലാഹി ലാഫി തങ്ങൾ റൗദുർ റയാഹീൻ എന്ന 500ഓളം ഔലിയാക്കളുടെ ചരിത്രങ്ങൾ എഴുതിയ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. നാം അത് മുതാല ചെയ്യണം. ഒരു ഇബാറ പോലും ടഫായത്, വിഷമമായത് അതിലില്ല സഹോദരന്മാരെ. മുതഅല്ലിമീങ്ങളോടാണ് ഞാൻ പറയുന്നത്, ഉസ്താദുമാരോടല്ല. നമ്മളത് മുതാല ചെയ്യണം. എത്ര ചരിത്രങ്ങളാണ്! സാലിഹീങ്ങളുടെ ചരിത്രം വായിച്ചാൽ എത്ര സമാധാനമാണ്. നമ്മൾ ഈ സിറാജും ഈ ചന്ദ്രികയും മാതൃഭൂമിയൊക്കെ വായിച്ചിരിക്കണ നേരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ടിൽ എപ്പോഴെങ്കിലൊക്കെ വായിച്ചു എന്നല്ലാതെ നമ്മുടെ ജീവിതം സാലിഹീങ്ങളുടെ ചരിത്രം വായിക്കാൻ, കിതാബുകൾ മുതാല ചെയ്യാനായിരിക്കണം. ആ 500ഓളം ചരിത്രങ്ങൾ അബ്ദുല്ലാഹി ലാഫി തങ്ങൾ എഴുതിയ കിതാബാണ്. സുബ്ഹാനല്ലാഹ്, നിശ്റുൽ മഹാസിൻ അബ്ദുല്ലാഹി ലാഫി തങ്ങൾ എഴുതിയതാണ്. ഔലിയാക്കളുടെ ചരിത്രമാണ്. അബ്ദുല്ലാഹി ലാഫി തങ്ങൾ പറയുന്നു, ഞാൻ മദീന റൗളയിൽ റസൂലുള്ളാഹിന്റെ അരികിലിരുന്ന് ഈ കിതാബ് ദർസ് നടത്തുമ്പോൾ യമനിൽ ഒരു മഹാനാ സദസ്സിലുണ്ടായിരുന്നു. ആ മഹാൻ ക്ലാസ് കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു, നിങ്ങളെ സദസ്സിൽ നിങ്ങളുടെ ഈ ക്ലാസ് കേൾക്കാൻ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും റളിയല്ലാഹു അൻഹുമായി ഇരിക്കുന്നതും അവർ നിങ്ങളുടെ ക്ലാസ് കേട്ട് പുഞ്ചിരിക്കുന്നതും ഞാൻ കണ്ടു. ഔലിയാക്കൾ കാണുന്ന വിഷയങ്ങളാണ്. അതൊക്കെ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ കിതാബ് ഓതുന്ന ടൈമിൽ മുസ്തഫ നബി പുഞ്ചിരിച്ചുകൊണ്ട് തപസ്സുമോടുകൂടെ അത് കേട്ടിരുന്ന കിതാബുകളാണ്. മുഅ്മിനീങ്ങളെ, അതൊക്കെ നമ്മൾ മുതാല ചെയ്യണം. നമ്മളൊക്കെ കാലത്തിന്റെ കൂലം കുത്തി ഒഴുക്കിൽ എന്തൊക്കെയോ വായിച്ച് എന്തൊക്കെയോ ചിത്രങ്ങളുമായി നടക്കുകയാണ്. ഏതെങ്കിലും ഒരു വഴിക്ക് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ സാലിഹീങ്ങളുടെ മഹബ്ബത്ത് കൽബിലുണ്ടാക്കിയെടുക്കണം. അതിന്റെ മാധ്യമങ്ങൾ അവരുടെ കിതാബും താല ചെയ്യലാണ്, അതിനെ ആദരിക്കലാണ്. ഈ വിഷയം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ലാഫി അവിടുത്തെ ഖുലാസത്തുൽ മഫാഖിറിൽ തന്റെ കൈകൊണ്ട് തന്നെ എഴുതി വെച്ചിരിക്കുന്നു. ആ ഖുലാസത്തുൽ മഫാഖിർ എന്ന് പറയുന്ന കിതാബ് ബഹുമാനപ്പെട്ട ഇമാം അബ്ദുല്ലാഹി ലാഫി തങ്ങൾ അതാ 500ഓളം ഔലിയാക്കളുടെ 500ഓളം ചരിത്രങ്ങൾ, ഹികായകൾ, ചരിത്രങ്ങൾ, ഔലിയാക്കളുടെ ചരിത്രങ്ങൾ റൗദുർ റയാഹീൻ എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ട് പിന്നെ തന്റെ നേതാവും ലോകത്തിന്റെ വലിയ നേതാവായി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ചരിത്രത്തിൽ മാത്രം ഒരു ഗ്രന്ഥം എഴുതണം. അതുകൊണ്ടായിരിക്കട്ടെ ഈ 500 ചരിത്രങ്ങളുടെ പൂർത്തീകരണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ അതിന്റെ തെക്കിനിടയായി താൻ രചിച്ച കിതാബാണ് ഖുലാസത്തുൽ മഫാഖിർ. താൻ അതിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, സന്നഫ്തുഹു തക്മിലതൽ കിതാബി അൽ മദ്കൂർ. മുൻപ് ഞാൻ പറഞ്ഞ ആ കിതാബിന്റെ തെക്മിലയാണിത്. അതിന്റെ യഥാർത്ഥ പേര് ഖുലാസത്തുൽ മഫാഖിർ ഫീ മനാഖിബ് ശൈഖ് അബ്ദുൽ ഖാദിർ എന്നാണ്. ഇതാണ് തെക്മില എന്ന കിതാബ്. മുതഅല്ലിമീങ്ങളായ നമ്മൾ പഠിച്ചു വെക്കണം.
അല്ലാതെ ആ ഫുതുഹുൽ ഗൈബിന്റെ ലാസ്റ്റിൽ അതിന്റെ ലാസ്റ്റിൽ ഒരു 3-4 പേജ് അത് മോശമെന്നല്ല ഞാൻ പറയുന്നത്, അതല്ല തക്മീല, അതിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുമല്ല ഞാൻ പറഞ്ഞത്. ജിലാനി തങ്ങളെ ചരിത്രത്തിൽ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഗ്രന്ഥമാണ് ഖുലാസത്തുൽ മഫാഖിർ. അവർ ചൊന്നാബൈത്തിന്നും ബഹുജാകിതാബിന്നും അങ്ങനെ തക്മീല തന്നിന്നും കണ്ടവർ. മഹാനായ ജീലാനി തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു തീർക്കാൻ പ്രയാസമാണ്. വലിയ മഹാനാണ്, ഔലിയാക്കളുടെ നേതാവാണ്. എത്ര സ്ഥാനമാണ് അല്ലാഹു അവർക്ക് കൊടുത്തത്, എത്ര ഗയൂബുകളാണ് അല്ലാഹു അവർക്ക് തുറന്നു കൊടുത്തത്. മുതഅല്ലിമീങ്ങളായ നമ്മൾ മനസ്സിലാക്കണം, അവരൊക്കെ പുറത്തിറങ്ങി പ്രവർത്തിച്ചവരാണ്. അതാ ജീലാനി തങ്ങളുടെ ചരിത്ര കഴിവ് എത്രയാണ് സഹോദരന്മാരെ. അവിടുത്തെ ഉന്നത താലിബീനിൽ ഹഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അതിന്റെ ഒരു ഭാഗം തന്നെ ബിദ്അത്തുകാരെ ഗണ്ണിക്കാൻ വേണ്ടി എഴുതിയതാണ്. അവരുടെ സേവനം അതാണ്. ഔലിയാക്കളുടെ സേവനം ബിദ്അത്തിനെ ഗണ്ണിക്കുക, കള്ളന്മാരെ ഗണ്ണിക്കുക, ദീനിന്റെ എതിരാളികളിൽ പ്രസംഗിക്കുക. ജീലാനി തങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം പരസ്യമായ സദസ്സിനോട് വാഴ്ന്നു പറയുന്നവരായിരുന്നു. തന്റെ മദ്രസയിൽ നിന്ന് ആയിരങ്ങളോട് വാഴ്ന്നു പറയും. ആ സദസ്സിൽ മുസ്ലിമീങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, ജൂതന്മാരുണ്ടായിരുന്നു. ആകർഷണീയ സംസാരത്തിന്റെ ഉടമയായിരുന്നു ജീലാനി തങ്ങൾ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വായിൽ തുപ്പിക്കൊടുത്തിട്ടുണ്ട്. ബഹ്റയിൽ കാണാം, കലായിയിൽ കാണാം, തഫ്രീഖിൽ കാണാം. അല്ലാഹുവിന്റെ റസൂലിന്റെ മദദ് ലഭിച്ച ആരുണ്ടോ അവർക്ക് ഈ ലോകത്ത് എല്ലാവരെക്കാളും വളർന്നു നിൽക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ഉസ്താദിനൊക്കെ കിട്ടിയ ബർക്കത്താണ്. ആര് ദേശം പിടിച്ചിട്ടും കാര്യമില്ല. താൻ ദീനിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചത് മുതൽ തന്റെ നേരെ കല്ലെറിയുന്ന തലയെക്കെട്ടുകാരുണ്ട്, തന്റെ നേരെ ചീത്ത വിളിക്കുന്ന ആളുകളുണ്ട്, തന്റെ ശരീരന്മാരും കൂട്ടാളികളും വലിയ വലിയ ആളുകളെന്ന് യഥാർത്ഥത്തിൽ തന്നെ പറയാൻ പറ്റിയ ആളുകൾ തന്നെ എറിഞ്ഞപ്പോൾ തന്റെ മനവേദനയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി തങ്ങളെ സംഭാവനയായി അവിടുത്തെ മുടി മോനെ നിന്റെ കയ്യിൽ വെച്ചോ എന്ന നിലക്ക് കൊണ്ടുവന്നു കൊടുത്തു. അതിനെ ആക്ഷേപിച്ച് ചീത്ത പറഞ്ഞപ്പോൾ വീണ്ടും മോനെ ഒന്നും കൂടെ വെച്ചോ എന്നും പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ മദദ് ലഭിച്ചുകൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ ദീനീ പ്രവർത്തകർക്ക് ഔലിയാക്കളുടെ ഏറ്റവും വലിയ സേവനം ദീനീ സേവനമാണ്. ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളെ സഹോദരന്മാരെ, മുതഅല്ലിമീങ്ങളെ, നമ്മളൊക്കെ എത്ര ചരിത്രമാണ് അറിയുക. വഹാബി പറഞ്ഞെന്താ? അതൊക്കെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരുന്നാൽ അതൊക്കെ ഇബാദത്തിന് തടസ്സ. പലരും പറയുന്നതാ അത് ഇബാദത്തിന് തടസ്സ. പിന്നെ എന്താ ഈ ഖുർആനിലൊക്കെ ഉള്ളത്? ഖുർആനിന്റെ വാക്കുകളെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ഫിറോവിനെ പറ്റി അതിലുണ്ട്. അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് ഖുർആൻ ഇങ്ങോട്ട് ഓതുമ്പോ അതാണ്ട് ഓതിയാൽ ആ എന്ന് പറഞ്ഞാ 10 കൂലി, ന എന്ന് പറഞ്ഞാ 10 കൂലി, റബ്ബു എന്ന് പറഞ്ഞാൽ 10 കൂലി. ശിർക്കിന്റെ പദമാണ്. അത് വായിച്ചാൽ എത്ര കൂലിയാണ് കിട്ടുന്നത്? ലക്ഷ്യമാണ് സഹോദരങ്ങളെ, ലക്ഷ്യങ്ങളാണ്. നമ്മുടെ ഉസ്താദ് പറഞ്ഞില്ലേ, ലക്ഷ്യങ്ങളാണ്. ചെയ്യുന്ന വിഷയത്തിന്റെ ചെറുപ്പോ വലുപ്പോ അല്ല, ലക്ഷ്യമാണ് അതിന്റെ വിഷയം, നിയ്യത്ത്. നാളെ ഒരു ചങ്ങായി പറയുന്നുണ്ട്, മരിച്ചാൻ കിടക്കുന്ന ആളെടുത്ത് ഓന്റെ അർത്ഥാണ്. ബഹുമാനപ്പെട്ട ഹംസക്കോയ ഉസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞാല്, നമ്മുടെ മറുപടി ഉസ്താദിന്റെ ശൈലി പറഞ്ഞാല് അമിന്റെ വാർത്തം പറയുന്നതാ. നിന്റെ കാമുകിയെ ഓർത്തതിന് വേണ്ടിയാണോ നീ കരയുന്നത്? സുബ്ഹാനല്ലാഹ്, ക്യാൻസർ പിടിച്ചു കൊടുക്കുന്ന രോഗിന്റെ അടുത്തുനിന്ന് നിന്റെ കാമുകിയെ ഓർത്തതിന് വേണ്ടിയാണോ നീ കരയുന്നത്? ക്യാൻസർ പിടിച്ച് കണ്ണീരേൽപ്പിച്ച് കിടക്കുന്ന ആളോട് ചോദിക്കുക, കാമുകി ഓർത്തതിന് വേണ്ടിയാണോ? ഈ മായന എങ്ങാനും ഈ രോഗി കരയുകയാണെങ്കിൽ കിട്ടിയിരുന്നു അവന്റെ കയ്യിൽ നീ ചെല്ലുന്ന പോലെയൊരു വഹാബിന്റെ വാദ സംസാരങ്ങളാ. സുബ്ഹാനല്ലാഹ്, താലീം പാടില്ലാത്ത വർത്താനം. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി പറയുന്നു, ഫാത്തിഹത്തുൽ കിതാബ് ശിഫാഉൻ മിൻ കുല്ലി ദാ. ഫാത്തിഹത്തുൽ കിതാബ് എല്ലാ രോഗത്തിനും ശമനമാണ്. മന്ത്രിച്ചിട്ടുണ്ട്, സ്വഹാബത്ത് മന്ത്രിച്ചിട്ടുണ്ട്. ബുഖാരി, മുസ്ലിം, തിർമിദി, അബൂദാവൂദ്, നസായി, ഇബ്നു മാജ എല്ലാ ഹദീസിന്റെ കിതാബിൽ റിപ്പോർട്ടുള്ളതാണ്. ഫാത്തിഹ മന്ത്രിച്ചത് 30 വാങ്ങിയത്, അത് ബാധിച്ചത് മുത്തുനബി അതിൽ പങ്കുചേർന്നതും ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഹദീസാണ്.
ഇതിലൊക്കെയുള്ളത് രോഗിയുടെ രോഗം മാറ്റുന്ന വാക്കുകളാണോ? അല്ലെങ്കിൽ ഖുർആൻ മന്ത്രിക്കാമെന്നതിൽ തർക്കമില്ല, വഹാബികളുടെയും തർക്കമില്ല. ഖുർആന്റെ വാക്കുകൾ എത്രയോ ചരിത്രങ്ങളുണ്ട്. യൂസുഫ് സൂറത്ത് മന്ത്രിക്കുന്നു, മന്ത്രിക്കാൻ പറ്റുമോ? മന്ത്രിക്കാം, ഖുർആനാണ്, അല്ലാഹുവിന്റെ കലാമാണത്. അതിനെ മന്ത്രിക്കാം, അതാ അടിക്കാനും അല്ലെങ്കിൽ പ്രതികരിക്കാനും അതാ ബഹുമാനപ്പെട്ട യൂസുഫ് നബിയും തീരുമാനിച്ചു. ഈ വിഷയം പറഞ്ഞുകൊണ്ട് ക്യാൻസർ പിടിച്ച രോഗിക്ക് അല്ല ശിഫാകട്ടെ, എങ്ങനെയുണ്ടാവും അർത്ഥം അറിഞ്ഞാൽ ക്യാൻസർ രോഗിന്റെ ഹാല്? ഇങ്ങനെയൊക്കെയാണോ വ്യാഖ്യാനിക്കേണ്ടത്? ഏതാണ് ഈ കവിത എന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കുമ്പോഴേ വിഷയം തീരുകയുള്ളൂ. വിഷയം മനസ്സിലാക്കിയാലേ കാര്യം മനസ്സിലാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കൾക്ക് കൊടുത്തതായിരിക്കുന്ന പദവി വലിയതാണ്. ഞാൻ അതാണ് പറഞ്ഞുകൊണ്ടുവന്നത്. ബഹുമാനപ്പെട്ട ജീലാനിതങ്ങൾ ഇഷ്ടംപോലെ കവിതകൾ എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജീലാനിതങ്ങൾ ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. വഹാബി എന്ന് പഠിക്കാൻ വേണ്ടിയ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ പറ്റി പഠിക്കണം. അതിന്റെ കിതാബുകൾ മുതാല ചെയ്യണം. ആ മനുഷ്യൻ എവിടുന്ന് വന്നു, എന്തൊക്കെ സംഗതികളാണ് അയാൾ ചെയ്തത്, അത് ദീനിനു വേണ്ടി പഠിക്കണം മുതഅല്ലിമീങ്ങളെ. അത് സമൂഹത്തോട് പറയണം. അയാളെ വലിയായി ചിത്രീകരിക്കുന്നവരുണ്ട്, അയാളെ മഹാനായി ചിത്രീകരിക്കുന്നവരുണ്ട്, അയാളെ മുഹദ്ദിസായി ചിത്രീകരിക്കുന്നവരുണ്ട്. അതൊന്നുമല്ല. ആ മനുഷ്യൻ ഈ ലോകത്ത് വലിയ മോശം ചെയ്ത മനുഷ്യനാണ്. ദീനിന്റെ സലഫ് സാലിഹിന്റെ ജീവിതത്തിന് കത്തിവെച്ചതായ മനുഷ്യനാണ് എന്ന് പഠിച്ചറിയണം. അതിനുവേണ്ടി ദീനിനു വേണ്ടിയായി പഠിക്കണം. ചരിത്രം വിശുദ്ധ ഖുർആനിൽ എത്രയാണ്, ഖസസുകൾ എത്രയാണ്. നമ്മുടെ ഹൃദയം ശുദ്ധിയാകാൻ, നമ്മൾ നന്നാകാൻ ആ ചരിത്രം നോക്ക്. നിങ്ങൾ 10-70ഓളം ബിദ്അത്ത് പ്രസ്ഥാനക്കാരെ സംബന്ധിച്ച് വ്യക്തമായി പഠിച്ചു. ജീലാനിതങ്ങൾ അല്ലാഹുവിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? ജീലാനിതങ്ങൾ തന്നെ അവിടുത്തെ ഫത്ഹുർ റബ്ബാനിയിൽ പറയുന്നു, ഞാൻ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാൽക്ക് കാല് വെച്ച് ജീവിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അല്ലാഹുവുമായി ബന്ധപ്പെടാനുള്ള കാരണം. എനിക്ക് ആ സ്ഥാനം കിട്ടാൻ, അല്ലാഹുവിലേക്ക് വാസിലാകാനുള്ള കാരണം അതാണ്. ഇപ്പൊ അടുത്തിന്റെ ഒരു സുഹൃത്ത് തന്നെ വരെ നമ്മളൊരു സഹോദരൻ ചാലിയത്തൊന്നോ പറഞ്ഞു, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെടണം, ഞങ്ങളെ CD നിങ്ങൾ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോ ഇയാൾക്ക് എന്ത് ഈ വെള്ളം കുടിയെന്ന് പറഞ്ഞിരിക്കുന്നത് പൊരുത്തപ്പെടണം. അഭിമാനം, എനിക്ക് ഷുഗറാണ്, എനിക്കിതൊന്നും വയ്യ, ഇതൊന്നും അറിയില്ല, അറിയണമായിട്ട് പറയാനും കഴിയില്ല. ഇപ്പൊ വെള്ളമൊക്കെ കുടിക്കേണ്ടി വരും. ദയവേത് ഞാൻ കരുതിയിട്ട് പ്രശ്നം ഉണ്ടായതുകൊണ്ടല്ല, ഞാൻ വെള്ളം കുടിക്കില്ല, നമുക്ക് ഇങ്ങനെ കഴിയും. എന്തൊക്കെ ഇഷ്കാലാ തമ്പുരാനെ, ജീവിതം തന്നെ മനുഷ്യന്മാർ. അപ്പൊ ഈ കിതാബുകളിൽ 10-70ഓളം വിദേഹത്തുകാര്, അതിന്റെ സ്ഥാപകർ, വിദേഹത്ത് പ്രസ്ഥാനങ്ങൾ, അതിന്റെ സ്ഥാപകരാര്, അവരുടെ വിശ്വാസം എന്ത് എന്നൊക്കെ ജീലാനിതങ്ങൾ എഴുതിയിട്ട് അള്ളാനെ കൊള്ള അടുക്കുക. നമ്മളിങ്ങനെ ഒരു മൂലക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ചൊല്ലി പറഞ്ഞാല് ദീനിന് പ്രവർത്തിക്കേണ്ട ടൈമിലാണെങ്കിൽ അള്ളാഹു അതിന് കൂലി തരൂല. ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്, വാഴ്ന്നു പറയണമെങ്കിൽ അത് സകാത്ത് പോലെയാണ്. സകാത്ത് നിസാബ് എത്തിച്ചാൽ നിർബന്ധമാണ്. കണക്കെത്തിച്ചാൽ 10.5 പവൻ സ്വർണമുണ്ടെങ്കിൽ സ്വർണത്തിന് സകാത്ത് വന്നു. ഒരു കൊല്ലം പൂർത്തിയായാൽ അത് 10 പവനാണെങ്കിൽ ഇല്ല എന്ന പോലെയാണ് വാഴ്ന്നു പറയുന്നത്. പഠിച്ച അറിയുന്ന അറിവ് അത് അമല് ചെയ്ത് പൂർത്തിയാവനക്ക് വാഴ്ന്നു പറയാൻ അവകാശമുള്ളൂ. ഇഹിയേല് പറയുന്നു. അല്ലാഹുവിന്റെ ബറക്കത്ത് നമ്മൾ നന്നാക്കട്ടെ. എന്നാൽ ഇമാം നവവി തങ്ങൾ ശർഹ് മുഅദ്ദബിലും മറ്റ് ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ കാണും അംറുൻ ബിൽ മഅറൂഫ് നിർബന്ധമാണ്. ഇമാം നവവി കൂട്ടിച്ചേർക്കുന്നു, ആ പറയുന്നത് അവൻ അമൽ ചെയ്യാത്തതാണെങ്കിലും നിർബന്ധമാണ്. എങ്ങനെയുണ്ട് ഗസാലി ഇമാമിന്റെ സംസാരം, നവവി ഇമാമിന്റെ സംസാരം കൂടി? സുബ്ഹാനല്ലാഹ്. ഇമാം ഗസാലിയെ പൊക്കി പറഞ്ഞ വ്യക്തികളിൽ അത്യുന്നതനാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി. ഗസാലി ഇമാമിന്റെ ഇഹ്യയെ സംബന്ധിച്ച് കാദൽ ഇഹ്യാഉ അയ്യകൂന ഖുർആനാകാൻ മാത്രം, അല്ലെങ്കിൽ അയ്യകൂന വഹ്യ, ഞാൻ മറന്നുപോയി. ഇമാം നവവി തങ്ങൾ പറഞ്ഞു, ഔലിയാക്കളുടെ കിതാബാണ് ഗസാലി ഇമാമിന്റെ ഇഹ്യാ.
അത് ഓതിയാൽ ഫലിക്കാത്തവരില്ല, അത് നോക്കിയാൽ അതുകൊണ്ട് അതിൽ നിന്ന് ഒരു ഇൽമെങ്കിലും കിട്ടാത്തവരില്ല. വലിയ ബറക്കത്തിന്റെ കിതാബാണ് ഗസാലി ഇമാം. അതാ തന്റെ കിതാബിൽ പറയുന്നു, എല്ലാം അമല് ചെയ്യുന്നവനെ വാളു പറയാൻ പാടുള്ളൂ. ഇമാം നവവിയും അതുപോലെ തന്നെ ഗസാലി അടക്കമുള്ള അയിമ്മത്ത് എഴുതി വെച്ച ഫിഖ്ഹിന്റെ കിതാബിൽ കാണുന്നതോ, ഫിഖ്ഹിന്റെ കിതാബ് എന്ന് പറഞ്ഞാൽ ഫിഖ്ഹ് മാത്രം പറയുന്ന കിതാബ് എന്നർത്ഥം. ഇടക്കൊക്കെ തസവൂഫ് പറയും. തസവൂഫിന്റെ കിതാബ് എന്ന് പറഞ്ഞാൽ തസവൂഫ് കൂടുതൽ പറയും, ചിലപ്പോ ഫിഖ്ഹും പറയും. ഫിഖ്ഹ് മസല ഏത് കിതാബിലും പറഞ്ഞാൽ ഫിഖ്ഹ് തന്നെ. അത് ഫിഖ്ഹിന്റെ മൗലൂ അറിയുന്നവർക്ക്, സബ്ജക്ട് അറിയുന്നവർക്കറിയാം. എന്താണ് ഫിഖ്ഹ് എന്ന് തിരിയാനുള്ള മാനദണ്ഡം എന്താ? ഫിഖ്ഹ് മനസ്സിലാകാൻ ഇത് ഫിഖ്ഹ് ആണോ അല്ലെന്ന് എങ്ങനെ മനസ്സിലാവുക? അത് കിതാബിൽ ഫിഖ്ഹ് എങ്ങനെ തിരിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തിൽ മുസ്തംബതതു മിൻ അദില്ലത്തിഹി തഫ്സീലിയ്യ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾ ചെയ്യേണ്ട ഒഴിക്കേണ്ട കാര്യങ്ങൾ എവിടെ പറയുന്നുണ്ടോ ആ കാര്യമാണ് ഫിഖ്ഹ്. ഹദീഹിയയിൽ പറഞ്ഞാലും അതേത് കിതാബിൽ പറഞ്ഞാലും ഫിഖ്ഹ് തന്നെയാണ്. പണ്ഡിതന്മാര് പഠിച്ചിരിക്കണം. പണ്ഡിതന്മാർ തന്നെ അറിയാതെ പോകുന്നുണ്ട് ഇക്കാര്യങ്ങൾ. ഈ സദസ്സിലുള്ളവരെ പറ്റിയല്ല ഞാൻ പറയുന്നവർ, അങ്ങനത്തെ ഒരു സദസ്സിൽ വരികയുമില്ല. അങ്ങനത്തെ ഒരു വിഭാഗത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതിരിക്കട്ടെ, ചെയ്തത് കോട്ടൂർ ഉസ്താദൊക്കെ ഒരു കാലത്ത് എത്രയോ മുത്താല ചെയ്തിട്ടുണ്ട്. അവിടുത്തെ തിരുമീതന്മാരോട് ചോദിച്ചാൽ അറിയാം. അവിടെ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പലരും മനസ്സിലാക്കി കോട്ടൂർ ഉസ്താദിന്റെ ബുദ്ധി കൊണ്ട് എന്നിട്ട് പറയാണ്. അങ്ങനത്തെ വളരെ ഉണ്ട്. പക്ഷെ ബുദ്ധി കൊണ്ട് പറയാൻ ഒരു പറയല് മിൻഹു വേണം. ഒരു പറയല് മിൻഹു. ഉസ്താദ് ശറഹുൽ മുഹദ്ദബും അതുപോലെ വലിയ കിതാബൊക്കെ മുത്താല ചെയ്തിട്ടുണ്ട്. മുത്താലിമീങ്ങൾ പലരും ഉസ്താദിന് അള്ളാഹ് കൊടുത്ത ബുദ്ധി കൊണ്ടായാലും കിട്ടിയത്. നമുക്ക് ബുദ്ധിയില്ല. അപ്പൊ നമ്മൾ അവിടെ ഒരു ഭാഗത്തിരിക്കുക. ഇതിന്റെ പല മുത്താലിമീങ്ങളെ ഹാലാ ഞാൻ പറഞ്ഞത്. ഉസ്താദ് വലിയ മഹാനാണെന്ന് പറഞ്ഞിട്ട് കൂടിയതുകൊണ്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. ബർക്കത്തിട്ടി കൂടെ ഇൽമ കിട്ടാൻ കുറച്ച് പണിയാ, അധ്വാനിക്കന്നെ വേണ്ടി വരും. ശംസുൽ ഉലമ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരാണ് മുത്താല ചെയ്ത കാരണത്താൽ. ബഹുമാനപ്പെട്ട ഉള്ളാളത്ത് പാപ്പ വലിയ പണ്ഡിതനാണ്. വൈലത്തൂർ ഉസ്താദ് ദർസ് ഞങ്ങൾ ഓടുന്ന കാലത്ത് പറയും, ശംസുൽ ഉലമ ആയിട്ടില്ല എന്നുള്ളൂ ഉള്ളാളത്തെ തങ്ങളും. അത്രയും കഴിവുള്ള വലിയ പാണ്ഡിത്യമുള്ളവരാണ് മഹാനവറുകൾ. കരിവന്തിരിറ്റിയിൽ ഓതുന്ന കാലത്ത് അല്ലെങ്കിൽ മറ്റൊരു പള്ളിയിൽ ഓതുമ്പോൾ, ശംസുൽ ഉലമയുടെ കയ്യിൽ നിന്ന് ഓതുമ്പോൾ, ഒരു ദിവസം റിസാലയുടെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സുബഹി ബാങ്ക് കൊടുത്തത്രേ. മുതഅല്ലിമീങ്ങളെ മനസ്സിലാക്കണം. സുബഹി ബാങ്ക് കൊടുത്തു പോയിട്ട് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോഴേക്കും ഉറങ്ങണം എന്ന് ചിന്തിക്കുന്ന, തലേണ അടുത്ത് കൊടുത്തിട്ട് കിതാബ് അതിന്റെ അടിയിലും വെച്ചിരിക്കുന്ന നമ്മുടെയൊക്കെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ആലിമീങ്ങൾ എങ്ങനെ ആലിമീങ്ങളായി അധ്വാനിച്ചത് കൊണ്ട്. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനോട് ഞാൻ ഈ സംശയം ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, ഉസ്താദിന്റെ കഴിവ് ചില്ലറയല്ല. ഒരു ഇബാറത്തിന്റെ ഗൗറ് ഇത്തര അറിയുന്നൊരു പണ്ഡിതൻ. സുബ്ഹാനല്ലാഹ്, തുഹ്ഫയൊക്കെ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് ഓതണം. പല ആളുകൾക്കും സുലൈമാൻ ഉസ്താദിന് തുഹ്ഫയെ സംബന്ധിച്ച് ചർച്ചയുണ്ടത്രേ. അവരത്രേ തുഹ്ഫന്റെ ആളുകൾ. നീ എന്നോട് സംസാരിക്കാൻ വാ, എനിക്കതാ പറയാനുള്ളത്. ഉസ്താദിന്റെ അടുത്ത് പോകണ്ട, നിന്റെ തുഹ്ഫ അപ്പൊ തിരിയും കോലം. തുഹ്ഫന്റെ ആളുകൾ എത്രയവർ, തുഹ്ഫന്റെ ഇബാറത്ത് മുഴുവൻ അവർക്ക് അറിയും അത്രേ. ഒരു ഉസൂലിന്റെ നിയമം പോലും വ്യക്തമായി പഠിക്കാതെ അറിയാതെ വേണ്ടാത്തത് എഴുതി വെച്ചവരാണോ തുഹ്ഫയെ സംബന്ധിച്ചറിയുന്നവർ? നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനൊക്കെയുള്ള കഴിവ്, ഒരു ഇബാറയിൽ തനിക്കൊക്കെയുള്ള കഴിവ് ചില്ലറയല്ല. ഹസദ് വന്നു പോകുന്ന രൂപത്തിലുള്ള മുസ്തഫാ നബിയുടെ ലാ ഹസദ ഇല്ലാ ഫിസ്നൈൻ എന്ന വാക്കിന്റെ പ്രയോഗരസങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും നിങ്ങൾ. ഹസദ് പാടില്ല. അതിരിക്കട്ടെ, ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനോട് ഈ കാര്യം ചോദിച്ചു. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, വലിയ ആളുകളോടല്ല. പക്ഷെ എനിക്ക് നല്ലൊരു മറുപടി കിട്ടിയിട്ടില്ല. ചിലവർ പറഞ്ഞു ഗസാലി ഇമാമിന്റെ അഭിപ്രായം അങ്ങനെയാണ്, നൈമാമിന്റെ അഭിപ്രായം എങ്ങനെയാണ്. സുലൈമാൻ ഉസ്താദ് അങ്ങനെയല്ല. എല്ലാം തത്ബീഖാവും ഉസ്താദ് സംസാരിച്ചാൽ. എന്താ ഉസ്താദ് ഔലിയാക്കളെ പറ്റി പറയുമ്പോ പറ്റൊരു നല്ല സുലൈമാൻ ഉസ്താദ്. ഉലമാക്കൾ, അല്ലാഹുവിനെ അറിയുന്ന ഉലമാർ, അവർ വലിയല്ലെങ്കിൽ ലോകത്ത് പിന്നെ വലിയില്ല എന്നാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങൾ പറഞ്ഞത്. ഔലിയാക്കളെ ആദ്യമായി എണ്ണിയപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി ഇമാമിനെ ഷാഫിഈ തങ്ങളെയാണ് അക്കാലത്തുള്ള വലിയ ഔലിയാക്കളെ കൂട്ടത്തിൽ എണ്ണിയത്. അയിമ്മത്ത് അർബഅയാണ് ആദ്യത്തെ ഔലിയാക്കളായി എണ്ണുന്നത്. അവരെ പറയണം, അവർ ഔലിയാക്കളാണ്. അവർക്ക് കുത്തുബാനിയത്ത് കിട്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ കുത്തുബായിട്ടുണ്ട്, നൈമാം കുത്തുബായിട്ടുണ്ട്. പക്ഷേ അവരുടെ റൂട്ടുകൾ പലതാണെന്ന് മാത്രം. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, എന്റെ ഈ പറഞ്ഞ ഗസാലി ഇമാം പറഞ്ഞ നല്ല എല്ലാ ഇൽമും ഇബാദത്തും പൂർത്തിയായ ശേഷമേ, അമല് പൂർത്തിയായ ശേഷമേ
വാദ് പറയാൻ പറ്റുള്ളൂ, പ്രസംഗിക്കാൻ പറ്റുള്ളൂ, ലേഖനം എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെയാവുമ്പോ അംറു ബിൽ മഅറൂഫ് എല്ലാവർക്കും നിർബന്ധമാണ്. അപ്പൊ സുലൈമാൻ ഉസ്താദ്, ഞാൻ ചോദിക്കുമ്പോ ഞാൻ അടിയിലിരിക്കുന്നു, ഉസ്താദ് ഇങ്ങനെ കസേരയിലിരിക്കും. ഉസ്താദ് പറഞ്ഞു, ഉസ്താദിന്റെ ശൈലിയാണ്, ഉസ്താദിന്റെ ശൈലി ഞാൻ പറയട്ടെ, നല്ല രസമുള്ള ശൈലിയാണ് നമുക്ക്. ഉസ്താദിന് അള്ളാഹു നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമ്മൾ അവർക്ക് വേണ്ടി ദ്വാരക്കണം. നമ്മുടെ ഉസ്താദുമാരെ താടികളൊക്കെ വെളുത്തുപോയി. നമുക്കുള്ള അത്താണികൾ മുഴുവനും താടി വെളുത്തവരാണ്, നമ്മൾ ഓർക്കണം. അവരൊക്കെ പോയാൽ നമുക്ക് തീരാ നഷ്ടമായിരിക്കും. നമ്മൾ അവരുടെ ആയുസ്സിന് വേണ്ടി ദ്വാരക്കണം. അള്ളാഹു അവർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് പറഞ്ഞു, ഉസ്താദിനോട് ഞാൻ ഇത് പറയാം. ഉസ്താദ് പറഞ്ഞു, ഉസ്താദിന്റെ ശൈലി പറയട്ടെ. ഇഹിയാന്ന് പറഞ്ഞത് വലിയൊരു ശൈലിയാണല്ലോ. ഇഹിയാന്ന് പറഞ്ഞത് അത് ഖൽവത്തിന്റെ അഹ്ലുകാരെ കിതാബാണ്. ഉസ്താദ് പറയാ, ഉസ്താദ് ലേക്കില്ലേ? ഉസ്താദ് ഉണ്ടോ? ഇഹിയാന്ന് ഉസ്താദിന്റെ വാക്ക് പറയുമ്പോൾ ഒരു രസമാണല്ലോ, നമുക്ക് ഒരു അതിർപ്പുള്ള സംസാര. ഉസ്താദ് അൽ മൻഹജുൽ വാളിഹി എന്നതിന് ഞങ്ങൾക്ക് മിൻഹാജിന് അർത്ഥം വെച്ചത് വെളിച്ചുള്ള ബജ്ജി. വെളിച്ചുള്ള ബജ്ജി നമുക്ക് മനസ്സിലാകാത്ത കേസില്ലല്ലോ, മനസ്സിലാവലാണല്ലോ ഇപ്പൊ ബലാഗത്ത്. ഇസ്തിരിടൽ അത് ബദിയ. ചിലർ ഇസ്തിരി മാത്രമേ ഉള്ളൂ, ലഫ്ലിൽ കൊടുത്തല്ല. എന്തെങ്കിലും അവിടെ പറയും, മക്കാനോട് എത്താലും ഉള്ള എത്തിലും വേണ്ടില്ല. ബലാഗത്ത് എന്ന സാധനമില്ല പോട്ട്, എന്നാലും അതെങ്കിലും ഉണ്ടല്ലോ. അപ്പം പറഞ്ഞേ ഇഹിയ എന്ന് പറഞ്ഞത് അത് ഖൽവത്തിന്റെ അഹ്ലുകാരെ കിതാബാണ് എന്ന് പറഞ്ഞ ഒറ്റക്കൊരു ഭാഗത്ത് ഇബാദത്തേറ്റ് കൂടുന്ന ആളുകൾക്ക് അമല് ചെയ്യാൻ എഴുതിയതാണ്. ഖൽവത്ത് ഹലാലാകണമെങ്കിൽ ഇവിടെ ബഅ്ള് പറയാനും പ്രസംഗിക്കാനും ലേഖനം എഴുതാനൊക്കെ ആളുകൾ വേറുണ്ടെങ്കിലേ പറ്റുള്ളൂ. നോക്ക് നിങ്ങൾ, ഒരു മൂന്നുപേർക്ക് എത്ര സമാധാനം. ഇതൊരു കേട്ടേക്ക് ഞാൻ ഉസ്താദിന്റെ കാലങ്ങ് മുറ്റിപ്പോയി. ചെയ്യൂലേ? ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി തങ്ങളോട് പറഞ്ഞ പോലെ ആയിപ്പോയത്. ഞാൻ മിസ്ല് പറയല്ല, അങ്ങനെ ആയിപ്പോയി. ഒരു അടിമത്തം സംഭവിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, എത്ര തിരിയുന്ന ഒരു മറുപടിയാണ്. അഥവാ ഇവിടെ വാള് പറയാൻ, ഇവിടെ പ്രസംഗിക്കാൻ, ഇവിടെ ലേഖനം എഴുതാൻ മറ്റു പണ്ഡിതന്മാരുണ്ടെങ്കിലേ ഇവർക്ക് ഇങ്ങനെ ഇരുന്ന് ദിക്ർ ചെല്ലാൻ പറ്റുകയുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്. അത് ഇഹ്യയിൽ തന്നെ പറയുന്നുണ്ട്. അതിൽ അംറു ബിൽ മഅറൂഫിന് വേറൊരു ഭാഗമുണ്ട്. കല്യൂബിയിൽ കാണാം, ഇഹ്യയിലെ ചില ബഅ്ളുൽ ഇഹ്യ മുതാല ചെയ്യൽ ഹറാമാണ്. അർച്ചോനെ, ഇത് ഇവർക്കൊക്കെ വിടുന്നുണ്ടോ? എന്തായാലും വേണ്ടില്ല, ഞാൻ കണ്ടൊരു ഇബാറയാണ്. ഉസ്താദുമാരുണ്ടല്ലോ ഇവിടെ. ഇഹിയന്റെ ഭാഗം മുതാല ചെയ്യൽ ഹറാമാണ്. ഏത് ഭാഗം എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അതിനർത്ഥം കൊടുക്കട്ടെ. ഇഹിയന്റെ അല്പഭാഗം മാത്രം മുതാല ചെയ്യൽ ഹറാമാണ്. നോക്കുകയാണെങ്കിൽ മുഴുവനും നോക്കണം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതാണ് അതിന്റെ അർത്ഥം. ബാബുൽ ഇൽമിനെ നോക്കിയാൽ കാണാൻ ഇൽമിനെ പറ്റി അങ്ങ് പറഞ്ഞിട്ട് ഉലമാഇന്റെ നിയ്യത്ത് മോശമാകുന്ന ആളുകളെ സംബന്ധിച്ച് അങ്ങ് ചീത്തയായി പറഞ്ഞിട്ടുണ്ടാവും. അവിടുന്ന് മാത്രം അടർത്തിയെടുത്തിട്ട് നിങ്ങൾ ചീത്ത പറയരുത്. ഇഹയുടെ ഫുൾ നോക്കുമ്പോഴേ പിടുത്തം കിട്ടുകയുള്ളൂ, ഒരു മിതമായ രൂപത്തിൽ കാര്യങ്ങൾ എത്തുകയുള്ളൂ. അതാണ് സത്യം. ഉസ്താദിന്റെ മറുപടി അതാണ് ഉസ്താദിന്റെ മറുപടി. ഇഹയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് അംറു ബിൽ മഅറൂഫിന്റെ ഭാഗങ്ങളിൽ നിന്ന് അറിയാം, അത് നിർബന്ധമാണ്. ആരുമില്ലെങ്കിൽ നിർബന്ധമായും പറഞ്ഞേക്കണം. അത് താൻ അതുകൊണ്ട് മുത്തസിഫായോ താൻ അതിന്റെ ആളാണോ എന്നതല്ല കാര്യം. സത്യമായ ദീൻ പറയുകയാണ്. ഇവൻ ചെയ്യുന്നുണ്ട് എന്നല്ലല്ലോ പറയുന്നത്. ഇവൻ ചെയ്യുന്നതിന് ഇസ്ലാമിന് എന്ത് സ്ഥാനമാണുള്ളത്? മറിച്ച് മുത്തുനബി അത് പറഞ്ഞിരിക്കുന്നു, ദീനിന്റെ അയിമ്മത്ത് അത് പറഞ്ഞിരിക്കുന്നു എന്നൊരു പരിഭാഷയാണ് ഈ പ്രാസംഗികൻ പറയുന്നത്. അതോടുകൂടെ ഇത്തിസാഫായാൽ വലിയ എഫക്റ്റ് ഉണ്ടായിരിക്കും. അത് മറ്റൊരു കാര്യമാണ്. മാത്രമല്ല, അതിനുവേണ്ടി പരിശ്രമിക്കണം ഇൽമിന്റെ അഹ്ലുകാരായ നമ്മൾ. ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന ദിക്ർ ചൊല്ലിയൊരു ഭാഗത്ത് കൂടുന്നത് കൂലിയുള്ളതാണെന്ന് ഉസ്താദ് പറഞ്ഞു. ശരിയാണത്. പക്ഷേ അത് ആക്ഷേപാർഹമല്ല. അവർ വലിയ ആവൂല, നമുക്ക് നിർബന്ധമൊന്നുമില്ല എന്ന് ഉസ്താദ് പറഞ്ഞു. ചിലപ്പം വലിയ ആകാത്തതുമുണ്ടെന്ന് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഉസ്താദിന് അത് ഉദ്ദേശമുള്ളതാണ്. ഉസ്താദ് ഇവിടെ ഉണ്ടല്ലോ, വലിയനാവൂല. കാരണം ഓൻ ഇവിടെ വഹാബിനെ ഗണ്ണിക്കാൻ ഇറങ്ങേണ്ട ഒരു സ്ഥലത്ത് ഓൻ ഗണ്ണിക്കാതിരുന്നാൽ അള്ളാന്റെ റസൂല് പറയുന്നത്, ഇദാ ലഹറത്തിൽ ബിദഉ വസക്കത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്.
ബിദ്അത്ത് ഇങ്ങോട്ട് വെളിവാകുക. എന്നിട്ട് ഒരു വിഷയത്തിന് മൂപ്പരില്ല, നാട്ടിൽ പ്രസംഗിക്കാനോ ആളില്ല, വാള് പറയാനോ ആളില്ല, ഇവരങ്ങനെ മൂലക്കരിക്കുക. ഒരു മൂലക്കെന്തേ ഉസ്താദ് തൊള്ളേ കൈയിട്ടാ കടിച്ചൂല, എന്തോ ഒരു നല്ല ഉസ്താദാ, ഒരു മനുഷ്യനോട് ഒരു വെറുപ്പില്ല, എന്തോ ഒരു ശുദ്ധനാ. ഇങ്ങനത്തെ ഒരു മുത്തുനബിയും കൂടി ഇവിടെ വന്നിട്ടില്ല അഭിയന്മാരെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. ഇസ്ലാം ഒരു മഹബ്ബത്ത് മാത്രം പുലർത്തുന്ന ഒന്നല്ല. ദേഷ്യം പിടിക്കേണ്ടതിനോട് ദേഷ്യം പിടിക്കണം, എതിർക്കേണ്ടതിനോട് എതിർക്കണം. എന്തിനു നടന്നു ബദറും ഉഹുദുമൊക്കെ? ഇവിടെ ബദറുണ്ടാക്കാനല്ല പറയുന്നത്, ഇവിടെ തൊട്ടൊരു ബദറുണ്ട്. തൂലികയിലൂടെ പ്രസംഗങ്ങളിലൂടെ നടത്തുന്ന നമ്മുടെ നൗഷാദ് ഹസനിയും അതുപോലെ തന്നെ നമ്മുടെ ചേളാരി ഹസനിയും അതുപോലെ തന്നെ അലവി സഖാഫിയും പേരോട് ഉസ്താദും അതിനൊക്കെ അപ്പുറം നമുക്കൊക്കെ നേതൃത്വത്തിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ പോലുള്ളവർ നടത്തുന്ന ആ ജിഹാദ് ഒക്കെ ഉസ്താദിൽ നിന്ന് നേരിട്ട് ഓതുകയും അതിന്റെ കുറിപ്പാത്ത് മുഴുവനും നോട്ട് ബുക്ക് ഏകദേശം 10-15 നോട്ട് ബുക്കിൽ കൈ എഴുതി ഉണ്ടാക്കിയിട്ട് എത്ര മലയാള വലിയ വലിയ ബുക്കുകളാണ് ഉസ്താദ് ശറഹ് എഴുതിയിരിക്കുന്നത്. ഉസ്താദിന്റെ കയ്യിൽ മലയാളത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്, മലയാളത്തിന്റെ ബുക്ക് നോക്കിയിട്ട് അതിലൊക്കെ ശറഹ് എഴുതിയിട്ടുണ്ട്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. വളരെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്, അള്ളാഹു എല്ലാം ശിഫ കൊടുക്കട്ടെ, റാഹത്തിലാകട്ടെ. നമ്മുടെ ആലിമീങ്ങൾക്ക് അല്ലാഹു തആല നീണ്ട ആയുസ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഇൽമു അല്ല, ആലിമീങ്ങൾ ബിദ്അത്ത് വന്നിട്ട് അതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ വേദികൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. അപ്പൊ സുകൂത്തായിക്കൊണ്ട് ഇങ്ങനെ ദിക്റില്ല, ആ ടൈമിൽ അവിടെ ബിദ്അത്തിനെ എതിർക്കുകയാണെങ്കിൽ എങ്ങനെ വലിയാകും സഹോദരന്മാരെ? ലഅനത്തുള്ളവൻ എങ്ങനെ വലിയാകും? നമ്മൾ മനസ്സിലാക്കണം. വേദികൾ നോക്കണം. ഇന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമാണ് ഇൽമിയായ സേവനം. ഇൽമാണ് ഈ ബിദ്അത്തിനെ ഇവിടെ നിർമ്മാർജ്ജനം ചെയ്യുന്നത്. അത് തന്നെയാണ് ദർസുകളോട് ബിദ്അത്തുകാർക്ക് ദേഷ്യം വന്നതും. ഔലിയാക്കളിൽ അത്യുന്നതനായ മഹാനായ ജീലാനി തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലെവിടെ വെച്ചിട്ടുണ്ടോ? ഞാൻ എന്റെ കാലെവിടെ വെച്ചിരിക്കുന്നു എന്ന് ജീലാനി തങ്ങൾ പറഞ്ഞു. അത്രയും ഇത്തിബായിൽ ജീവിച്ചവർ എഴുതിയ ഒന്നെടുത്തു നോക്ക്. അതിൽ താൻ 10-20ഓളം വിദഗ്ധ പ്രസ്ഥാനക്കാരെ പരിചയപ്പെടുത്തുന്നു. പഠിക്കണം നാം അത്, പഠിപ്പിക്കണം നാം അത്, അധ്വാനിക്കണം, മുതാല ചെയ്യണം, എന്നിട്ട് സമൂഹത്തോടത് പറയണം, വേണ്ടതൊക്കെ പറയണം. അതുപോലെ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അവിടുത്തെ ചരിത്രത്തിൽ ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങളുണ്ട്. മഹാനായ റിഫായി തങ്ങളെ പോലെ തർക്കശാസ്ത്രം അറിയുന്നവർ കാലത്തുണ്ടായിരുന്നില്ല. അറിയോ മന്ദിക്ക്? മുതഅല്ലിമീങ്ങൾക്ക് മന്ദിക്ക് എന്ന് പറയുമ്പോൾ എന്തിനാണിപ്പത്? സുബ്ഹാനല്ലാഹ്. ഇത്തിരി പോലെ നമ്മളെ ഓക്കെ ഉസ്താദ് മരിക്കോളെ ഹംദുള്ള ദർസെടുത്ത, കാലി ദർസെടുത്ത, നമ്മളോ അതിപ്പോ നൈമാമ ഹറാമാക്കിക്കണം. ഓക്കെ ഉസ്താദ് എന്നിട്ട് ദർസെടുത്ത അഭിമാരെ എത്തിയപ്പോ നമുക്ക് പറ്റിയത്, എന്തേപ്പോ നമുക്ക് തോന്നിയത്? അതൊന്നല്ല സംഭവം, അത് കുറച്ച് വിഷമാണ്, അതാണ് വിഷയം, അതാ സംഭവം. അല്ലാതെ അത് ഹറാമായി നൈമാം 10 കൊടുത്തതല്ല. നൈമാം ഹറാമാന്ന് വ്യക്തമായി 10 കൊടുത്തത് ഇവിടെ സുന്നത്തായി ഇപ്പൊ കൊണ്ടടക്കേണ്ടി വരും. അന്റെ ഈ മൊബൈലുണ്ടല്ലോ, അത് എന്തുകൊണ്ടായി? എല്ലാത്തിന്റെ കൈക്കലുണ്ടല്ലോ കപകപകമാരുടെ ഒരു സാധനം. എന്തെല്ലാം തെറ്റുകളാണ് അതിലുള്ളത്? ഈ ഇരിക്കുന്ന ഉസ്താദുമാരോട് ഞാൻ ചോദിക്കട്ടെ, മുതഅല്ലിമിയോട് ഞാൻ ചോദിക്കട്ടെ, ഈ വലിയ ആളുകളോടല്ലോ. അവരുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കും. ട്യൂണുകളില്ലാത്ത മൊബൈൽ ഏതാ? അശ്റഖ് ബൈത്തുദല്ലേ ഞാൻ പറയുന്നത്. ഒരു പ്രത്യേകമായ രാഗസ്വരത്തിൽ ഒരു ആലത്തിൽ നിന്ന് കേൾക്കുന്നത് കബീറത്താണെന്നതിൽ ശാഫിഈ മദ്ഹബിൽ രണ്ടഭിപ്രായമില്ല. ഒരു ഫോൺ വരുമ്പോ ഈ ട്യൂണ് കേൾക്കാത്ത ഏതെങ്കിലും മൊബൈലുണ്ടോ ഉസ്താദുമാരെ ഈ മൂല്യമാരുടെ കയ്യിൽ? ഇത് കബീറത്തല്ലേ? അങ്ങനല്ലാതെ കഴിയൂലാണ്. ആര് പറഞ്ഞു കഴിയൂലാന്ന്? വൈബ്രേഷൻ എന്താ ഉസ്താദ് അല്ലേ? ഞാൻ അങ്ങനെ എന്റെ മൊബൈലാക്കിട്ടുണ്ട്. അതിങ്ങനെ അപ്പൊ അതിന്റെ അടുത്തുണ്ടെങ്കിലല്ലേ അറിയുള്ളൂ. അതറിഞ്ഞാൽ മതി. അത്രയും അറിയാത്തൊരു കാലം ഉണ്ടായിരുന്നില്ലേ? എന്താ ചെയ്യണേ? അല്ലെങ്കിൽ വല്ല അശ്റഖ് ബൈത്തോ മറ്റോ വെച്ചോ. എന്നാലോ അതും വിഷമാണ്. അശ്റഖ് ബൈത്തും അതുപോലെ തന്നെ ഖുർആനും നിനക്ക് ഒരാളുടെ വിവരം അറിയിക്കാനുള്ള ഒരു ആലത്തായി ഉപയോഗിക്കുന്ന ഫിഖ്ഹുപരമായി ചർച്ച ചെയ്യണം. അത് ഹുർമത്തിലേക്ക് എത്താൻ വലിയ സാധ്യതയുണ്ട്. ഖുർആനാണോ നിനക്ക് കളിക്കാൻ? ഒരാൾ ഇതാ ഫോൺ വരുന്നു എന്ന് നിനക്കറിയിക്കുന്നത് നിന്റെ മൊബൈലിലൂടെ ഖുർആനായത്തിലൂടെയോ അള്ളാഹുവിന്റെ കലാം കൊണ്ട് കളിക്കുകയാണോ? അയിമ്മത്തിന്റെ ബൈത്തുകളെ കൊണ്ടും സാലിഹീങ്ങളുടെ കവിതകളെ കൊണ്ടും കളിക്കുകയാണോ? വെക്കരുത് അത്.
ചില ഫോൺ ചെയ്ത അയാളെ ഫോണിൽ നിന്ന് ഇങ്ങനെ മുഹമ്മദ് സുബ്ഹാനല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേൾക്കും. പേടിയാണത്. കാരണം ഇയാൾ നല്ല ആളായിരിക്കും, അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലും. ഈ കേൾക്കുന്ന നാടനുക്ക് സ്വലാത്ത് വരില്ല. നാടൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് സ്വലാത്തല്ലാത്ത പച്ച നാടനാ, ഏത് വലിയതായാലും വേണ്ടിയില്ല. ആ സ്വലാത്ത് അല്ലാതെയല്ലേ ഇത് കേൾക്കുന്നത്. അത് അവൻ ബഖീലാകുന്നു. റസൂലുള്ളാഹി തങ്ങൾ ബോധിന് വേണ്ടി ദുആ ചെയ്തവനായി തീർന്നു. ഇതിന് കാരണമല്ലേ നിന്റെ ഫോണിൽ അത് ചെയ്തു വെക്കുന്നത്. സൂക്ഷിക്കണം താലിമീങ്ങളെ. നമ്മൾ നബിമാമ ഹറാമാക്കിയിരിക്കുന്ന അത്രയും മന്ദിക്ക് ഇല്ല. അത് ഇബ്നു ഹജർ തങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇമാം ഖുർദിയുടെ ഫത്വ എടുത്തു നോക്ക്, ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ ചർച്ച എടുത്തു നോക്ക്, ശർഹ് ബാഫമില്, അതുപോലെ തന്നെ തുഹ്ഫ, അതുപോലെ തന്നെ ഫത്വ ഖുർദിയൊക്കെ എടുത്തു നോക്കൂ. ചുറ്റുഭാഗത്തുള്ള ഔലിയാക്കന്മാരെ പറ്റി ഏകദേശം പറയാൻ നേരമുണ്ട്. ആയതായി. അപ്പോ അതൊന്നും ശരിയല്ല. അയിമ്മത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് അതൊക്കെ. ഒരു ഇബാറത്തിൽ ഒരു ഇഷ്കാല് വന്നാൽ തീർക്കണമെങ്കിൽ തർക്കശാസ്ത്രം കഴിയുവാണ്, അല്ലെങ്കിൽ കഴിയൂല. ഉറപ്പാ. തർക്കശാസ്ത്രം അറിയാത്തവർ ഗണ്ണിച്ചാൽ എന്താ അവസ്ഥ? വഹാബികളുടെ അവസ്ഥ അതല്ല. തർക്കശാസ്ത്രം അറിയില്ല, എന്നിട്ടൊരു പിടുത്തമില്ല. ഒരാൾ എന്നോട് ഒരു സ്ഥലത്ത് ഒരു വഹാബി, ഒരു മൗലവി, അയാൾ വന്നിട്ട് അദ്ദുആ മുഖുൽ ഇബാദ എന്നല്ലേ ഔലിയാക്കളെ വിളിക്കാൻ പാടുണ്ടോ ചോദിച്ചു. സ്റ്റേജിക്ക് വന്ന് ചോദിച്ചതാ, കുറെ കാലമായി. അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദുആ മുഖുൽ ഇബാദ എന്നുള്ളത് അത് മൂജബയോ സാലിബയോ അയാൾക്കതറിയില്ല. മൂജബയാണെങ്കിൽ അത് മഹ്സൂറയോ അത് മുഹ്മലയോ അയാൾക്കറിയില്ല. മഹ്സൂറയാണെങ്കിൽ അത് കുല്ലിയയോ അത് ജുസിയയോ അതും അറിയില്ല. അയാൾ പറഞ്ഞു എന്താ ഇങ്ങക്ക് എന്താണ്, എന്താ ഇങ്ങക്ക് എന്താ? എനിക്ക് കുറെ പ്രശ്നം കഴിയില്ല. ഒന്നാമത് മൂജബയാകണം, എന്നാലേ മൂജബ ഷെക്കിലവലിന്റെ കുബരാൻ പറ്റുള്ളൂ. അതിൽ എന്താണ് അത്? ഒരു മരത്തിന്റെ കായാണ്. ചിലവർ എന്താ ഉണ്ടാവും. പിന്നെ രണ്ടാമത് അത് മഹ്സൂറയാകണം, എന്നാലേ കുബരാൻ പറ്റുള്ളൂ. മൂന്നാമത് അത് കുല്ലിയാവണം, എന്നാലേ കുബരാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാ ദുആയും ഇബാദത്താന്ന് വന്നാലേ ഇവിടെ നടക്കുന്ന ഏതെങ്കിലും ഒരു ദുആ ഇബാദത്ത് അല്ലാത്തതില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. എല്ലാം അങ്ങനെ വരണം. മുദീശിനെ വിളിക്കൽ പ്രാർത്ഥനയാണ്, എല്ലാ പ്രാർത്ഥനയും ഇബാദത്താണ്. അപ്പൊ മുദീശിനെ വിളിക്കലും ഇബാദത്താവും. ശരിയാണ്. എല്ലാ പ്രാർത്ഥന ഇബാദത്താന്ന് ആ വാക്കിനർത്ഥമുണ്ടോ? എന്താ ഇങ്ങക്ക് എന്താന്ന് വെച്ചാല് എന്നാലേ തെളിവിന് വെച്ചുള്ളൂ. തർക്കശാസ്ത്രം അറിയില്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയില്ല എന്നർത്ഥം. തർക്കശാസ്ത്രം തന്നെ ഒരു പ്രത്യേക ഒരു ഇൽമു ഇവിടെ ഉണ്ടാക്കിയെടുത്ത ഇസ്തിലാഹി അല്ല അത്. ഇൽമുൽ മന്തിഖല്ലാത്ത, ഫിഖ്ഹുമല്ലാത്ത, ഫിഖ്ഹ് കൊണ്ട് ഉദ്ദേശിക്കുന്ന തസവ്വുഫ് അടക്കം അല്ലാത്ത എല്ലാ ഇൽമുകളും ഇസ്തിലാഹിയാണ്. ഫിഖ്ഹൊക്കെ പിന്നെ അള്ളാഹു വലുവ് ചെയ്തത് ഇസ്തിലാഹിയാണെങ്കിലും അത് ഈ അള്ളാഹുവിന്റെ വലുവാണ്. മറ്റത് മഅഖൂൽ, അത് ചിന്തിക്കാൻ അതില്ലാതെ കഴിയില്ല. ചിന്തിക്കാതെ പറയുന്നതിനാണ് പോയത്തം എന്ന് പറയുന്നത്. പോയത്തം പറയുന്നതാണ് മൗലവിമാരൊക്കെ. എന്തേ കാരണം? തർക്കശാസ്ത്രം പഠിച്ചില്ല. ഇതാണ് ഒരു ശുബ്ഹത്ത് വന്നാൽ തീർക്കാൻ തർക്കശാസ്ത്രം അറിയണം. തസ്രീഹ് മന്ദിക്ക് മാത്രം ഓതിയാൽ പോരാ. പഴയ കാലത്തെ പോലെ 10 കിതാബും മന്ദിക്കിൽ ഓതണം. എല്ലാ സിലബസും അതിക്ക് കൊണ്ടുവരണം. എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഓരോരുത്തർക്കും അഭിപ്രായം പറയാലോ, വേണമെന്നെടുത്തോ വൈകാലം. കാരണം ഒരു കിതാബ് മാത്രം കാണാപ്പാടാക്കിയാലും അതുകൊണ്ടായില്ല. അത് സ്കൂളത്തെ മാതിരിയാവും. പരിചയമാകണം. നമ്മളങ്ങനെയല്ല. ഈ റോട്ടുമ്പോൾ മാത്രം ഇങ്ങനെ വണ്ടി ഓട്ടി പഠിച്ചാൽ പിന്നെ ചമ്മാട്ടുമ്പോൾ കണ്ട് പോയിട്ട് പോയിട്ട് ആക്സിഡന്റ് ആവും. കുറെ റോട്ടുമ്പോൾ കൂടെ പോകണം. പല ശൈലിയിൽ പഠിക്കണം. 5-10 കിതാബ് പല രൂപത്തിൽ ഒരേ വിഷയം പല വിഭാഗത്തിലിട്ട് പഠിക്കുമ്പോൾ ഒരു കഴിവുണ്ടാവും. അത് കാണാതെ പഠിക്കൊന്നും വേണ്ട, കാണാതെ അങ്ങ് പഠിക്കും. ഇനി പഠിച്ചില്ലെങ്കിൽ ആ സ്വഭാവം കലിപ്പുണ്ടാവും. അതാ ഇൽമി എന്ന് പറഞ്ഞത്, മലക്കാന്ന് പറഞ്ഞത്. ലഫ്ലംബ് കാണാതെ പഠിച്ചിട്ടൊന്നും കഴിവുണ്ടാവില്ല. എന്താ നീന്തലി പറഞ്ഞാല് കൈകൊണ്ട് തൊഴിയ കാലിട്ടടിക്കുക. ഒരാൾ കാണാപ്പാട് അങ്ങോട്ട് പഠിച്ച് രാത്രി ഉറക്കത്തിൽ വെച്ചിട്ട് എന്താണ് നീന്തലി പറഞ്ഞാല് കൈകൊണ്ട് തൊഴിയ കാലിട്ടടിക്കുക. അയാളെ കൊണ്ടുപോയിട്ട് മാനാദർ കൊളത്തിന്റെ അടുക്കാണ്ട് അടിക്കാണ്ട് പോവുക. മനസ്സിൽ അയാൾ അടി കിടന്നിട്ട് ഇങ്ങനെ മരിച്ചെടുക്കുക. എന്താ നീന്തലിന്റെ താരീഫ്? എന്താ ഇത് മരിച്ചത്? എനിക്ക് നീന്തൽ അറിയിച്ച. എന്താ നീന്തലിന്റെ താരീഫ്? നിർവചനം കൈകൊണ്ട് തൊഴിയ കാലിട്ടടിക്കും. ഇതിന്റെ ചെയ്യാന് ഇതാണ്. പ്രവർത്തനത്തിന് വരണം എങ്കിൽ മന്ദിക്കിന്റെ കിതാബുകൾ ഓതലോട് കൂടെ
അത് അത്തരം വിഷയങ്ങൾ പഠിക്കുകയും വേണം. അത് ഉൾക്കൊള്ളുന്ന കിതാബുകൾ ഇൽമുൽ കലാം, അതുപോലെ ഫിഖ്ഹിന്റെ കിതാബ് നല്ല മന്ദിക്ക് ആവശ്യമുള്ളതാ. മന്ദിക്കിൽ എത്ര കഴിവുണ്ടോ അത്രയും ഇഹ്യാ ഉലൂമുദ്ദീൻ മനസ്സിലാകുന്നതാണ്. ഓരോ ഇബാറയും മന്ദിക്കിന്റെ ശൈലിയിലാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ മനസ്സിലാക്കണം. അപ്പൊ ഇമാം അഹ്മദുൽ കബീർ റിഫാഈ തങ്ങൾ വലിയ ഇൽമുൽ കലാമിൽ കഴിവുള്ളവരാണ്. അവരെ പോലെ അന്ന് തർക്കശാസ്ത്രം അറിയുന്നവരുണ്ടായിരുന്നില്ല. വലിയ ആരിഫാണ്. ഇമാം അബുൽ ഹസൻ ഷാദിലി തങ്ങളുടെ ശിഷ്യനായ സയ്യിദി അബുൽ അബ്ബാസ് മുർസി അല്ലെങ്കിൽ മർസി മഹാനവറുകൾ, ആ ഇമാം അബുൽ അബ്ബാസ് മുർസി തങ്ങൾ അതാ വലിയ പണ്ഡിതനാണ്. മതാലിബ് പോലുള്ള ഗ്രന്ഥങ്ങൾ അവരുടെ മുമ്പിൽ വന്ന് ദർസ് നടന്നിരുന്നു. വലിയ വലിയ ഇൽമുൽ കലാമിന്റെയും അതുപോലെ തന്നെ വലിയ വളരെ പ്രയാസപ്പെട്ട വിഷയങ്ങളും അവർ ഹല്ല് ചെയ്തിരുന്നു. മുതഅല്ലിമീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെയാണ് ഔലിയാക്കളുടെ റൂട്ട്. ഔലിയാക്കൾ അല്ലാഹുവിന്റെ ഔലിയാക്കളായോട് ആകുന്നത് തന്നെ ഇൽമിയായ ഖിദ്മയിലൂടെയാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്.